പ്രമേഹം കിഡ്നിയെ ബാധിക്കുന്നതിന്റെ ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് യൂറിനകത്തൂടെ പത പോകുന്നതാണ്, അല്ലെങ്കിൽ പ്രോട്ടീൻ പോകുന്നതാണ്. അപ്പൊ കിഡ്നിക്കകത്തൊരു ഫിൽറ്റർ ഉണ്ട്, ഒരു സോഫിസ്റ്റിക്കേറ്റഡ് ഫിൽറ്റർ അല്ലെങ്കിൽ ഒരു അരിപ്പയുണ്ട്. കിഡ്നിയിൽ നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ള പദാർത്ഥങ്ങളെ ശരീരത്തിൽ കീപ്പ് ചെയ്യുമ്പോൾ വേസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ടുള്ള യൂറിയ, ക്രിയാറ്റിനൊക്കെ യൂറിനകത്തൂടെ പുറന്തള്ളുന്ന വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു അരിപ്പ. ചായ അരിക്കുമ്പോൾ നമ്മുടെ തേയിലപ്പൊടി നമ്മുടെ അരിപ്പയുടെ മോളിൽ കിടക്കും അല്ലെ, ചായ മാത്രമേ താഴോട്ട് പോകത്തുള്ളൂ. തേയില പദാർത്ഥങ്ങൾ വലുതാണ്, അത് മോളിൽ കിടക്കും. അതുപോലെ നമ്മുടെ ശരീരത്തിലെ പ്രോട്ടീൻ സാധാരണഗതിയിൽ 150 മില്ലിഗ്രാമിൽ കൂടുതൽ ഒരിക്കലും യൂറിനിൽ വരത്തില്ല. ബാക്കിയുള്ള പ്രോട്ടീനെ എല്ലാം പുറത്തോട്ട് പുറന്തള്ളാതെ കിഡ്നിയിലെ ഈ സോഫിസ്റ്റിക്കേറ്റഡ് ഫിൽറ്റർ പിടിച്ചു വെക്കും. പക്ഷേ ഈ ഡയബറ്റിസ്, BP അങ്ങനെയുള്ള അസുഖങ്ങൾ വരുമ്പോഴത്തേക്കും ഈ ഫിൽറ്ററിന്റെ ഈ ഫങ്ഷൻ നഷ്ടപ്പെടും, ദ്വാരങ്ങൾ വലുതാവും. അപ്പം ശരീരത്തിൽ നിൽക്കേണ്ട ആൽബുമിൻ യൂറിനകത്ത് കൂടുതലായിട്ട് പ്രത്യക്ഷപ്പെടും. അത് നമുക്ക് പതയായിട്ട് നമുക്ക് അനുഭവപ്പെടും. കൂടുതൽ പ്രോട്ടീൻ പോയി കഴിഞ്ഞാൽ ശരീരത്തിലെ പ്രോട്ടീൻ കുറഞ്ഞു പോകാം, അങ്ങനെ കാലിൽ നീരും ഒക്കെ വരാം. അപ്പം അനിയന്ത്രണമായ പ്രമേഹമാണ് ഇതിലേക്ക് നയിക്കുന്നത്. നമ്മളുടെ ഡയറ്റും എക്സസൈസും വഴി നമ്മുടെ പ്രമേഹം നിയന്ത്രിച്ച് HbA1c 6.5 താഴെ നമ്മൾ കീപ്പ് ചെയ്താൽ ഈ കോംപ്ലിക്കേഷനെ കുറിച്ച് നമുക്ക് ചിന്തിക്കുകയേ വേണ്ട.